സീതാറാം യെച്ചൂരിയുടെ കൊല്ലം ബന്ധത്തിന് 43 വയസ്സ്. 1981 പുനരൂരിൽ SFIയുടെ സംസ്ഥാന സമ്മേളനമായിരുന്നു ആദ്യ പരിപാടി. 2024 ജൂലൈയിൽ കരുനാഗപ്പള്ളിയിൽ CPIM മേഖലാ കമ്മിറ്റി റിപ്പോർട്ടിംഗ് ആയിരുന്നു കേരളത്തിലെയും കൊല്ലത്തെയും അവസാന പരിപാടി. ചരിത്രമുറങ്ങുന്ന പുനലൂരിൽ SFIയുടെ സംസ്ഥാന സമ്മേളനം. JNUവിൽ SFIയുടെ കൊടിപാറിച്ച സീതാറാം യെച്ചൂരി തൂക്കുപാലത്തിലൂടെ നടന്ന പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തു. കൊല്ലം ജില്ലയിലെ സീതാറാം യെച്ചൂരിയുടെ ആദ്യ പരിപാടി. കൊല്ലം ജില്ലയിൽ നടന്ന CPIM സംസ്ഥാന സമ്മേളനത്തിലും സീതാറാം യെച്ചൂരിയുടെ നിറസാന്നിധ്യം. പൊതുതെരഞ്ഞെടുപ്പുകൾ, CPIM ജാഥകൾ, രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ, പരമ്പരാഗത തൊഴിൽ മേഖലയിലെ തൊഴിലാളികളെ സ്മരിച്ചും വർഗീയതയ്ക്കെതിരെ സന്ധിയില പോരാട്ടത്തിനും കൊല്ലത്തെ പലപ്പോഴും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. കരുനാഗപ്പള്ളിയിൽ CPIM മേഖലാ റിപ്പോർട്ടിംഗ് ആയിരുന്നു സഖാവ് സീതാറാം യെച്ചൂരിയുടെ കേരളത്തിലെയും കൊല്ലത്തെയും ഒടുവിലത്തെ പാർട്ടി പരിപാടി. CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയുടെ അകാലത്തുള്ള വേർപാടിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ദുഃഖവും അനുശോചനവും രേഖപ്പെടുന്നു. 81 മാർച്ച് 7-8 തീയതികളിൽ SFIയുടെ സംസ്ഥാന സമ്മേളനം പുനരൂരിൽ നടക്കുമ്പോൾ അതിൽ ആദ്യമായി സഖാവ് പങ്കെടുക്കുകയും പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയും ചെയ്തു. ആഗസ്റ്റ് മാസം 4-ാം തീയതി 4 ജില്ലകൾ കേന്ദ്രീകരിച്ച് കരുനാഗപ്പള്ളിയിൽ നടന്ന പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ വരെ പങ്കെടുത്ത മേഖലാ ജനറൽ ബോഡി യോഗത്തിലാണ് സഖാവ് അവസാനം പങ്കെടുക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററോടൊപ്പം ട്രെയിൻ മാർഗം കൊല്ലത്തെത്തിയ സഖാവ് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ വാഹനത്തിൽ സഞ്ചരിച്ച് ഇവിടെ ക്യാമ്പ് ചെയ്യുകയും 4-ാം തീയതി കരുനാഗപ്പള്ളിയിലെ റിപ്പോർട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ പോകുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റിയുടെ വാഹനത്തിലാണ് കൊട്ടാരക്കര വഴി പോകുന്നത്. ഇതിനിടയിൽ കിളിമാനൂരിലുള്ള ഒരു സാധാരണ ഒരു ചെറിയ ചായക്കടയിൽ കയറി കാപ്പിയും കുടിച്ച് അവിടുത്തെ ജീവനക്കാരോടൊപ്പം ഫോട്ടോ കൂടി എടുത്തിട്ടാണ് സഖാവ് പോകുന്നത്. 1981 മാർച്ച് 7-8 തീയതികളിൽ SFIയുടെ കേരള സംസ്ഥാന സമ്മേളനം പുനരൂരിൽ വെച്ച് ചേരുകയുണ്ടായി. ആ സമ്മേളനത്തിൽ SFI ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പങ്കെടുത്തത് സീതാറാം യെച്ചൂരിയായിരുന്നു. ആ സമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് 10,000-കണക്കിന് വരുന്ന കുട്ടികളും ബഹുജനങ്ങളും പങ്കെടുക്കുന്ന റാലിയും പൊതുസമ്മേളനവും തൂക്കുപാലത്തിന് സമീപം ചേരുകയുണ്ടായി. ആ സമ്മേളനത്തിൽ നയനാരുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം രാഷ്ട്രീയ പ്രസംഗം നടത്തിയത് സീതാറാം യെച്ചൂരിയാണ്. സീതാറാം യെച്ചൂരിയുടെ പ്രസംഗം പൊതു സ്ഥലങ്ങളിൽ, അതായത് ക്യാമ്പസ് വിട്ട് രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് ഞാൻ ആദ്യമായി പുനരൂരാണ് എന്ന് അദ്ദേഹം അന്ന് തന്നെ ഓർമ്മിപ്പിച്ചു. കരുനാഗപ്പള്ളിയിലെത്തിയ സീതാറാം യെച്ചൂരിയെ കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവനും കരുനാഗപ്പള്ളിയിലെ പാർട്ടി നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ആദ്യാവസാനം അദ്ദേഹം ആവർത്തിച്ച് സഖാക്കളോട് പറഞ്ഞത് വർഗീയതയ്ക്കെതിരെ ജാഗരൂകരാകാനായിരുന്നു. 1981 SFIയുടെ സംസ്ഥാന സമ്മേളനം പുനലൂരിൽ നടക്കുമ്പോഴാണ് കൊല്ലം ജില്ലയിൽ ആദ്യമായി സീതാറാം യെച്ചൂരി എത്തുന്നത്. ഏറ്റൊടുവിൽ 2024 മേഖല CPIM എന്ന പാർട്ടിയുടെ മേഖലാ റിപ്പോർട്ടിങ്ങിൽ പങ്കെടുത്ത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പാർട്ടി പരിപാടി. 43 വർഷത്തെ ഊഷ്മളമായ ബന്ധമാണ് അദ്ദേഹത്തിന് കൊല്ലം ജില്ലയുമായിട്ടുള്ളത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.